പ്രിയപ്പെട്ടവരെ, എറണാകുളം മൂവാറ്റുപുഴയിൽ പെറ്റ് കേസ് പിഴയിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. 4 വർഷത്തിനിടയിൽ മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കും. ഇവരുടെ എല്ലാം കയ്യക്ഷരമടക്കം പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം. തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയ വനിതാ CPO ശാന്തി കൃഷ്ണ കുറ്റം നിഷേധിക്കുകയും മറ്റുദ്യോഗസ്ഥരാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. സഹിൻ ആന്റണി നൽകും കൂടുതൽ വിവരങ്ങൾ. സഹിനെ, ഈ ഉദ്യോഗസ്ഥ താനല്ല മറ്റുദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടെ ഇപ്പോൾ കയ്യക്ഷരമൊക്കെ നോക്കി കൂടുതൽ പേർ പെടാനുള്ള സാധ്യതയാണല്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല സേതു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റിലെ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും വിശ്വസ്തരായ ആളുകളെ ആയിരിക്കും ക്യാഷിൻ്റെ കാര്യം ഏൽപ്പിക്കുക. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വനിതാ CPO ആയിട്ടുള്ള റൈറ്ററായിരുന്നു ആ സമയത്ത് ഈ വനിതാ CPO ശാന്തി കൃഷ്ണൻ. ഇവരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഈ പെറ്റി കേസിൻ്റെ പിഴ മുഴുവനായി അടക്കുന്നതിന് വേണ്ടി ഇവരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അതിന് രസീതുകളും ബാങ്ക് രസീതുകളും എല്ലാം ഇവർ നൽകേണ്ടതായും ഉണ്ടായിരുന്നു. പക്ഷേ 16 ലക്ഷം രൂപയുടെ ഈ പണമാണ് നഷ്ടമായിരിക്കുന്നത്. 16 ലക്ഷം രൂപ നഷ്ടമായിരിക്കുന്നു. അത് 2018 മുതൽ 2022 വരെയുള്ള കാലയളവിലായിരുന്നു. എന്നാലും ശാന്തി കൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു. മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തു. ഈ ചോദ്യം ചെയ്യലാണ് ശാന്തി കൃഷ്ണൻ ഈ കേസ് താനല്ല ഈ പണം അപഹരിച്ചിരിക്കുന്നത്, മറ്റുദ്യോഗസ്ഥരാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാലും ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് പോലീസിന് ഇത് കൂടുതൽ അന്വേഷിക്കാതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് 2018 മുതൽ 2022 വരെ മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്, അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന ആളുകളുടെ കയ്യക്ഷരവും പരിശോധിക്കും. ഈ ശാന്തികൃഷ്ണൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോന്നായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു, അതിലേക്ക് പോവുകയാണ്.